ഈ ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു ഡി ടി പി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനിച്ചേട്ടിൻ്റെ ഡി ടി പി ബൾക്ക് ആയതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചെയ്തപ്പോൾ ഒരു 2-3 പേജ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല മടിയുണ്ട്. അത് കാരണം ഞാനത് ചെയ്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അനിച്ചേട്ടൻ തന്നെ ഒരു ഡി ടി പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ. അത് അപ്പോൾ തന്നെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഉപകാരം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് അത് ചെയ്ത് കൊടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ മലയാളം ഡി ടി പി ചെയ്തുകൊണ്ട് ബൾക്ക് ഡി ടി പി ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുമ്പോഴാണ് വേറൊരു ചേട്ടൻ വരുന്നത്. ആ ചേട്ടൻ പണ്ടോട്ടെ എന്നോട് ചോദിക്കും മലയാളം ഡി ടി പി ചെയ്യുമെന്ന്. ഞാൻ പറയും ഇല്ല എന്ന്. പക്ഷേ എനിക്കിത് ഇല്ലയെന്ന് പറയാൻ വിടാൻ എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഒരെണ്ണം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഞാൻ ചെയ്യുന്നുണ്ട്. ആ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ചെയ്ത് തരാം, എപ്പോഴാണ് വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ഞാൻ ശരിക്കും മലയാളം ഡി ടി പി ചെയ്യുന്ന ISM തന്നെ ഞാൻ കീസൊക്കെ കണ്ടുപിടിച്ചിട്ട് കീസൊക്കെ ഞാൻ പ്രിന്റ് എടുത്തു. ഫസ്റ്റ് ഒരെണ്ണം ഞാൻ പ്രിന്റ് എടുത്തു. പിന്നെ അമ്മയ്ക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ടാണ് ഞാൻ കീസൊക്കെ കണ്ടുപിടിച്ചത് കേട്ടോ. അങ്ങനെ അപ്പുറത്തും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു ഈ ചില്ലക്ഷരങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, കിട്ടണില്ല. അപ്പോൾ ഞാനത് വേറൊരു വേർഡിൽ ഞാനിതൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മലയാളം ഡി ടി പി സെറ്റ് ആയിട്ടുണ്ട്. JJ ബിൽഡിങ്സ് എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു ജോൺസൺ ചേട്ടൻ. ഈ ചേട്ടൻ ബംഗാളികളുടെ കോൺട്രാക്ടറാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ സിമെൻറ്റും ഈ സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് ക്യാഷ് കൊടുത്തു എന്നുള്ള ഒരു പ്രൂഫ്, ഒരു എഗ്രിമെൻ്റ് ആണെന്ന് തോന്നുന്നു ഇത് അടിക്കേണ്ടത്. അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്ത് വെച്ച് ഒരു റഫ് പ്രിന്റ് എടുത്തപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ ആ ചേട്ടൻ ഞാൻ പ്രിന്റ് എടുത്തും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ റഫ് പ്രിന്റ് ആട്ടോ. ഫസ്റ്റ് ഞാൻ എടുത്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ റഫ് പ്രിന്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടി ഫോണ്ട് വലുതാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ്ടൊക്കെ വലുതാക്കി ഞാൻ അങ്ങനെ പ്രിന്റ് എടുത്ത് അടുത്ത കടയിൽ കൊടുത്തു. ആ ചേട്ടൻ രാവിലെ